മശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന ഏറ്റവും വലിയ ശത്രു ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: വിചാരപ്പെടൽ അഥവാ ആകുലത. ഇന്ന് നാം ചിന്തിക്കുന്ന ഫിലിപ്പിയർ 4:6 നമ്മോട് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ്. ഇത് നാം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? പ്രായോഗികമായി ഇത് സാധ്യമാണോ? എന്നാൽ ഈ വചനം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് ഭാരങ്ങളെ മാറ്റിവെക്കുവാനുള്ള ഒരു വഴിയാണ്. ഒന്നാമതായി, ഭാരം ദൈവത്തിന് കൈമാറുക. നാം ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത്, ദൈവമേ, ഇത് കൈകാര്യം ചെയ്യാൻ നിന്നേക്കാൾ എനിക്ക് സാധിക്കുമെന്നാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ സകല വിചാരങ്ങളും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തെ അറിയിക്കാനാണ്. നമ്മുടെ അപേക്ഷകൾ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരം ഇറക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ വചനം പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാനാണ്. പ്രാർത്ഥനയിൽ നാം സഹായം ചോദിക്കുക മാത്രമല്ല വേണ്ടത്, ഇതുവരെ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുകയും വേണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സഹായിക്കുവാൻ അവൻ ശക്തനാണ് എന്ന ബോധ്യം നന്ദി പറയുമ്പോൾ നമുക്ക് ലഭിക്കും. ഒരിക്കൽ ഒരു കർഷകൻ തന്റെ കഴുതയുമായി വഴി നടക്കുകയായിരുന്നു. വഴിമധ്യേ കഴുത ആഴമുള്ള ഒരു കുഴിയിൽ വീണുപോയി. കഴുത ഭയന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. കഴുതയെ പുറത്തെടുക്കുവാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ട കർഷകൻ സങ്കടത്തോടെ ഒരു തീരുമാനമെടുത്തു: ആ കുഴി മണ്ണിട്ട് മൂടുക. അങ്ങനെ ചെയ്താൽ കഴുതയുടെ കഷ്ടപ്പാട് പെട്ടെന്ന് അവസാനിക്കുമല്ലോ എന്ന് അയാൾ കരുതി. അയാൾ ഓരോ കൊട്ട മണ്ണ് കുഴിയിലേക്ക് ഇടുമ്പോഴും കഴുത കൂടുതൽ ഭയന്ന് കരഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കുഴിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതെയായി. കർഷകൻ കുഴിയിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ഓരോ തവണയും മണ്ണ് വീഴുമ്പോഴും ആ കഴുത മണ്ണ് കുടഞ്ഞു കളയുകയും അതിനു മുകളിൽ ചവിട്ടി നിൽക്കുകയും ചെയ്യുകയായിരുന്നു. ഓരോ കൊട്ട മണ്ണ് വീഴുമ്പോഴും കഴുത ഓരോ അടി ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ കുഴി നിറഞ്ഞു. കഴുത സുരക്ഷിതമായി പുറത്തേക്ക് ചാടി നടന്നുപോയി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വീഴുന്ന ആകുലതകളും പ്രശ്നങ്ങളും മണ്ണ് പോലെയാണ്. അത് നമ്മെ മൂടിക്കളയാൻ നാം അനുവദിക്കരുത്. പകരം ആ പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടെ ചവിട്ടുപടികളാക്കി മാറ്റുക. ഓരോ പ്രശ്നം വരുമ്പോഴും അത് ദൈവത്തോട് പറയുക. അവൻ നമ്മെ ഉയർത്തും. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലതകൾ വരുമ്പോൾ നമ്മുടെ മുട്ടുകൾ പ്രാർത്ഥനയ്ക്കായി മടക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന്റെ ആകുലതകളിൽ നിന്നും ഞങ്ങളുടെ മനസ്സ് തളർന്നു പോകാതിരിക്കുവാൻ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകലതും നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ആമേൻ.